ദുരൂഹമായ ധാരാളം അജണ്ടകളുടെയും അവ്യക്തവും അപകടകരവുമായ ധാരാളം ആശയങ്ങളുടെയും സമാഹാരമാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ടുതന്നെ പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആശയങ്ങൾ ഇക്കാലത്ത് മറച്ചു പിടിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും കുറിച്ച് പ്രതിപക്ഷങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ വിഷയങ്ങളെ വളച്ചൊടിച്ചു കൊണ്ടുപോവുകയോ ചെയ്യുകയാണ് ഇന്നത്തെ ജമാഅത്തെ ഇസ്ലാമി പൗരോഹിത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ആശയങ്ങളിൽ ഏറ്റവും അപകടകരമായത് കാലങ്ങളായി ജമാഅത്തെ ഇസ്ലാമി ഉറക്കെ പറഞ്ഞിരുന്നതും ഇപ്പോൾ ഉറക്കെ പറയാതെ അവ്യക്തമാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ഹുക്കൂമത്തെ ഇലാഹിയാണ്, അഥവാ മതരാഷ്ട്രവാദമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ ഇന്ന് ചർച്ചകൾ ഉയർന്നു വരുമ്പോഴൊക്കെയും അതുമായി പ്രതികരിക്കാതെ അല്ലെങ്കിൽ കൃത്യമായി അതിനോട് പ്രതികരിക്കാതെ ഒളിഞ്ഞുമാറി കളിക്കുകയോ അല്ലെങ്കിൽ വളച്ചൊടിക്കുകയോ ചെയ്യുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നിലമ്പൂർ ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ വി.ഡി. സതീശൻ ജമാഅത്തെ ഇസ്ലാമിക്ക് അത്തരം അപകടകരമായ ആശയങ്ങൾ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സമൂഹത്തിൽ അതിവ്യാപകമായ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെട്ടപ്പോൾ തങ്ങൾക്ക് അത്തരം ഒരു ആശയം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ ജമാഅത്തെ ഇസ്ലാമിക്കാർ തയ്യാറായില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ പാണക്കാട് തങ്ങളിൽ നിന്ന് പോലും അങ്ങനെയുള്ള ചില വ്യാഖ്യാനങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അപകടകരമായ ആശയങ്ങളെ വെള്ളപൂശും വിധം ഉണ്ടായപ്പോഴും ആ ആശയങ്ങൾ തങ്ങൾക്കില്ല എന്ന് കൃത്യമായി പറയാൻ ജമാഅത്തെ ഇസ്ലാമിക്കാർ തയ്യാറായിട്ടില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നാളിതുവരെയായി ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്തരം ആശയങ്ങളിൽ ഒന്നുമേ അവർ പിൻവലിക്കുകയോ തിരുത്തുകയോ ചെയ്തിട്ടില്ല എന്ന വസ്തുതയാണ്. ആ കാര്യം തന്നെയാണ് ഇന്ന് മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവായ എം.കെ. മുനീർ പ്രസ്താവിച്ചിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജി അതുമായി മുസ്ലിം ലീഗിന് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമി അവരുടെ ഐഡിയോളജിയിൽ നിന്ന് ഒട്ടുമേ മാറിയിട്ടുമില്ല. മാറിയിരുന്നുവെങ്കിൽ അത്തരം ആശയങ്ങളുടെ പ്രചാരണങ്ങൾ പുസ്തകങ്ങളിലൂടെയും മറ്റുമായി അവർ നടത്തുകയില്ലല്ലോ എന്നാണ് അദ്ദേഹം ധൈര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഞാൻ പറയുന്നു, അവരുടെ ഐഡിയോളജിയെ ഞങ്ങൾ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്ന്. ആ ഐഡിയോളജി എന്ന് പറയുന്നത് ഒരു നിസ്സാരമല്ല. കെ.എം. ഷാജിയെ പോലെയുള്ളവർ ആ ഐഡിയോളജിയെ ഇവിടെ പരിചയപ്പെടുത്തിയത് പശ്ചിമേഷ്യയിൽ അശാന്തി വിതച്ചുകൊണ്ടിരിക്കുന്ന IS-ന്റെ വകഭേദമെന്നാണ്. ഒരു വേള അബുല്ലാല മൗദൂദിയാണ് അതിന്റെ തലച്ചോറെന്ന് പോലും അവർ ഇവിടെ പ്രസംഗിച്ചു പോയിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെ പോലെയുള്ള പലരും ആ ഒരു പരാമർശം ഇവിടെ നടത്തിപ്പോയതാണ്. യഥാർത്ഥത്തിൽ വസ്തുതയും അതൊക്കെ തന്നെയുമാണ്. ആ ഐഡിയോളജി ഞങ്ങളുടെ ഐഡിയോളജിയും ചേർന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ലീഗും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ ആവശ്യമില്ലല്ലോ. അത് തന്നെയാണ് ഇപ്പോഴുള്ള ഈ കൂട്ടുകെട്ടിലൂടെ നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ഒരു നീക്കുപോക്കിലൂടെയും കൂട്ടുകെട്ടിലൂടെയും സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് പോയാൽ സംഭവിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘശക്തി ഇവിടെ നാമാവശേഷമാവുകയും വൃക്ഷത്തിൽ കയറിയ ഇത്തിക്കണ്ണി കണക്കെ മുസ്ലിം ലീഗിന്റെ തലപ്പത്ത് ജമാഅത്തെ ഇസ്ലാമി പിടിമുറുക്കുകയും ചെയ്യും എന്ന അപകടമാണ്. പല സ്ഥലത്തും ഞങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്ന് എഴുതിയിട്ടുള്ള സാഹിത്യങ്ങൾ അതിപ്പോഴും വിപണിയിലുണ്ട്. പാണക്കാട് തങ്ങളും വി.ഡി. സതീശനും അടക്കമുള്ള ആളുകൾ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ ആ അപകടകരമായ ആശയമില്ല, അവർക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് പറയുമ്പോൾ മൗനം പാലിച്ച ജമാഅത്തെ ഇസ്ലാമിക്കാർ എം.കെ. മുനീർ നിങ്ങൾക്ക് മതരാഷ്ട്രവാദം ഉണ്ടെന്ന് പറയുമ്പോഴും പ്രതികരിക്കുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ഉറക്കം നടിച്ച് കടക്കാൻ എങ്ങനെയാണ് ഒരു ജീവനുള്ള പ്രസ്ഥാനത്തിന് സാധിക്കുക? തങ്ങളുടെ അടിസ്ഥാന ആദർശത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് സമൂഹത്തിൽ ഇവിടെ നടക്കുന്നത്. എന്നാൽ തങ്ങൾക്ക് ആശയം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ ഇത്തരം പ്രതികരണങ്ങളുടെ മുമ്പിൽ ജമാഅത്തെ ഇസ്ലാമി പൗരോഹിത്യം വരുന്നതേയില്ല. ഇതുപോലെ തങ്ങളുടെ ഒളി അജണ്ടയും തങ്ങളുടെ അവ്യക്തമായ ആദർശങ്ങളുടെയും ഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ച വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത്. UDF-നെ പോലെയുള്ള മുന്നണികളിൽ കടന്നുകയറാനും മതേതര സമൂഹത്തെ കബളിപ്പിക്കാനും വേണ്ടി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവർ വിളിച്ചു പറയുന്നത് തങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു ബന്ധവുമില്ല എന്നാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരും പറയുന്നത് ഞങ്ങൾക്ക് വെൽഫെയറുമായി ബന്ധമില്ല എന്നതാണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി കാലങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞതും വെൽഫെയർ എന്ന് പറയുന്ന പദത്തെ തന്നെ അഡ്രസ് ചെയ്തുകൊണ്ട് പറക്കാൻ പോകുന്ന പാർട്ടി അത്തരത്തിലാകുമെന്ന് പരാമർശിക്കുകയും ചെയ്തിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്കാർ ഈ നാട്ടിൽ ഒരു കാലത്ത്. എന്നാൽ ആ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ട് പുറത്തു വന്നപ്പോ മതേതര സമൂഹത്തെ കബളിപ്പിക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറന്മാര് പോലും പച്ചയായ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാരമ്പര്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നാണിപ്പിക്കും വിധമുള്ള കാപട്യമാണ് ഈ വിഷയത്തിലും ജമാഅത്തെ ഇസ്ലാമി പുറത്തെടുക്കുന്നത്. പത്രക്കാരുടെ മുമ്പിൽ ആണയിട്ട് മുജീബുർ റഹ്മാൻ എന്ന ജമാഅത്ത് അമീർ പറയുന്നത് വെൽഫെയറുമായി അവർക്ക് ബന്ധമില്ല എന്നാണ്. വെൽഫെയർ പാർട്ടി ജമാഅത്ത് ഇസ്ലാമിന്റെ അണ്ടറിലല്ല.
പച്ചക്കളവ് പറഞ്ഞ് പ്രബുദ്ധ മലയാളികളെ പരിഹസിച്ച് ചിരിക്കുകയാണ് അമീർ ഇവിടെ ചെയ്യുന്നത്. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ ഏതെങ്കിലും പഞ്ചായത്ത് CPM സഹകരിക്കുന്ന എൻ്റെ അറിവിലില്ല. വെൽഫെയർ പാർട്ടി സ്വതന്ത്രമായ രാഷ്ട്രീയ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയല്ല. ജമാഅത്തെ ഇസ്ലാമിക്കാർക്കറിയാം, ജമാഅത്തിന്റെ സമുന്നത നേതാക്കൾ വരെ മുജീബ് റഹ്മാൻ ഈ പറയുന്നത് ശുദ്ധ നുണയാണ് എന്ന് ആണയിടുന്നവരാണ്, ഉറപ്പിച്ചു തറപ്പിച്ച് പ്രഖ്യാപിക്കുന്നവരുമാണ്. മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും അവർക്ക് പ്രവർത്തിക്കുക സാധ്യമല്ല. എന്നാൽ എന്തുകൊണ്ടാണ് പിന്നെ വെൽഫെയർ പാർട്ടിയിൽ പ്രവർത്തിക്കൽ അവർക്ക് സാധ്യമായത്? എങ്ങനെയാണ് ജമാഅത്ത് പൗരോഹിത്യം അതിന് അനുമതി നൽകിയത്? അതിന്റെ സ്വന്തം പിതൃത്വം മൗദൂദി പൗരോഹിത്യത്തിന് തന്നെ ആയതുകൊണ്ടാണ്. മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സമുന്നത നേതാവിന്റെ ഭാര്യയും ജമാഅത്തെ ഇസ്ലാമിക്കാരിയുമായ EC ആയിഷ എന്ന് പറയുന്ന സ്ത്രീ പറയുന്നുണ്ട്, തന്നെ വെൽഫെയർ പാർട്ടിയിലേക്ക് ചുമതല തന്നു പറഞ്ഞയച്ചത് മൗദൂദി പൗരോഹിത്യമാണെന്ന്. ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ വീണ്ടും ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകയായി. അതിനുശേഷം വെൽഫെയർ പാർട്ടി രൂപീകരിച്ചപ്പോൾ 2011 അതിന്റെ ഷൂറയുടെ തീരുമാനപ്രകാരം ഇപ്പോൾ ഞാൻ അതിന്റെ ഒരു പ്രവർത്തകയായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വെൽഫെയർ പാർട്ടിയുമായി ജമാഅത്തെ ഇസ്ലാമിക്ക് യാതൊരു ബന്ധവുമില്ലെങ്കിൽ ആ വെൽഫെയറിന്റെ പാർട്ടി പ്രവർത്തകരെ തീരുമാനിക്കാനുള്ള അധികാരം എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് കിട്ടിയത്? വെൽഫെയർ പാർട്ടിയുടെ നേതാക്കളെയും പ്രവർത്തകരെയും റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഏജൻസിയായി എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി പൗരോഹിത്യം മാറിയത്? ശുദ്ധമായ നുണ പറഞ്ഞ് പാരമ്പര്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലും നാണിപ്പിക്കും വിധം കാപഢ്യങ്ങൾ സ്വയം എടുത്തണിഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് ഏറ്റവും വലിയ ജീർണതയായി ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിക്ക് ജന്മം നൽകിയിരിക്കുന്നത്. അവരുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവർ നടത്തിക്കൊണ്ടുപോകുന്ന മാധ്യമങ്ങളും അവരുടെ സകലമാന പ്രവർത്തനങ്ങളും ഇരട്ട മുഖമുള്ളതും ഒളി അജണ്ടകളുള്ളതും അവ്യക്തമായ ആശയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതുമാണ്. ഏതൊരു തീവ്രമായ ദുരൂഹമായ പ്രസ്ഥാനങ്ങളുടെയും ജനിതക സ്വഭാവവും ഇതൊക്കെ തന്നെയുമാണ്.